ഹലോ ഗൈസ്, നമ്മുടെ കേരള രജിസ്ട്രേഷൻ വണ്ടി നമ്മുടെ യു എയിൽ എത്തിയിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മുടെ പേജിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം കഴിഞ്ഞ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പം ഒരുപാട് പേര് എൻക്വയറി നടത്തിയൊരു കാര്യമാണ് നമ്മുടെ ഈ ഒരു ബൈക്കിൽ ചെയ്തിരിക്കുന്ന മോഡിഫിക്കേഷനെ കുറിച്ച്. അതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നത് ഈ ഒരു വീലിനെ കുറിച്ചാണ് കേട്ടോ. ഇതിൽ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡിസ്മോടെക്കിൻ്റെ ഒരു ട്യൂബ്ലെസ് റിമ്മും ട്യൂബ്ലെസ് ടയറുമാണ്. നമ്മുടെ മാക്സിൻ്റെ മാക്സ്പ്ലോർ ട്യൂബ്ലെസ് ടയറാണ് ഈ ഒരു വണ്ടിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഫ്രണ്ടും റിയറും ഒരുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടയർ നമുക്ക് സജസ്റ്റ് ചെയ്തത് ബാംഗ്ലൂരിലുള്ള ടോർക്ക് ബ്ലോക്ക് നമ്മുടെ ശിവൻ ബ്രോ ആണ് നമുക്ക് സജസ്റ്റ് ചെയ്തത്. പിന്നെ ഈ ഒരു ഡിസ്മോടെക്കും നമുക്ക് ആ പുള്ളി തന്നെയാണ് നമുക്ക് സെറ്റ് ചെയ്ത് തന്നെ കേട്ടോ. അപ്പം ബ്രോ, എന്തുകൊണ്ടാണ് നമ്മുടെ ഒരു ബൈക്ക് സ്റ്റോക്ക് ട്യൂബ് ടയറിൽ നിന്ന് ഒരു ട്യൂബ്ലെസ്സിലേക്ക് കൺവേർട്ട് ചെയ്തത്? ഇത് കൺവേർട്ട് ചെയ്തതല്ല, നമ്മൾ മൊത്തത്തിൽ സെറ്റോടെ മാറ്റിയതാണല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? ഇങ്ങനെ ഒരു ക്യാമ്പയിനോടുകൂടി നമ്മൾ ഒരു വേൾഡ് ടൂർ ചെയ്യുമ്പോഴേക്കും ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു വൺ ഓഫ് ദ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് പങ്ക്ചറാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് കൺഫ്യൂഷൻ അടിച്ചിരുന്ന സമയത്താണ് ടോർക്ക് ബ്ലോക്കിലെ ഷിബിൻ നമുക്ക് ഇങ്ങനൊരു സൊല്യൂഷൻ സജസ്റ്റ് ചെയ്ത്. പുള്ളി തന്നെയാണ് നമുക്ക് മാക്സ് ഫ്ലോർ ടയറും അതിന്റെ കൂടെ ഡിസ്മോടെക്സിന്റെ ട്യൂബ്ലെസ് റിംസ് സജസ്റ്റ് ചെയ്തത്. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ചേഞ്ച് വരുത്തിയത്. മെയിനായിട്ട് നമ്മുടെ ഹിമാലയന്റെ സ്റ്റോക്ക് ടയർ സൈസ് എന്ന് പറഞ്ഞാൽ 90-90-21 ആയിരുന്നു. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്ത് നമ്മുടെ ഹിമാലയൻ സ്ക്രാമിൽ വരുന്ന ഒരു ടയർ സൈസിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസ്മോടെക്കിന്റെ ട്യൂബ്ലെസ് റിം തന്നെയാണ് കേട്ടോ. ഇവർ ഈ ഒരു ട്യൂബ്ലെസ് റിം നമ്മുടെ മോൾഡ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുന്നതാണ് നമ്മുടെ ഹിമാലയന് വേണ്ടിയിട്ട്. ഒരുപാട് അഡ്വഞ്ചർ ബൈക്കുകൾക്ക് വേണ്ടിയിട്ട് സ്പോക്കിൽ തന്നെ ട്യൂബ്ലെസ് അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റോക്ക് ടയർ തന്നെ അത് സീൽ ചെയ്ത് കൺവേർട്ട് ചെയ്ത് ട്യൂബ്ലെസ്സും ആക്കി കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ലഗേജൊക്കെ കയറി ചെയ്യുന്ന ഒരു വണ്ടിയാണ്. അപ്പം ഈ ഒരു കണ്ടീഷനിൽ എല്ലാ ടെറൈനിലും എല്ലാ സീസണിലും ഈ ഒരു കണ്ടിന്യൂസ് റൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഏറ്റവും ബെസ്റ്റ് ടയറും ബെസ്റ്റ് ടയർ സെറ്റപ്പുമാണ് ഈ ഒരു വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഏത് വണ്ടിയായാലും, അതായത് നമ്മുടെ സ്പോക്ക് വരുന്ന ട്യൂബ് ടയർ വരുന്ന ഏത് വണ്ടിയായാലും അത് നമുക്ക് ട്യൂബ്ലെസ്സിലേക്ക് മാറ്റാൻ പറ്റും. അത് റിമ്മ് നമുക്ക് അതോടുകൂടി തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്താലും നമ്മളെ സഹായിക്കുന്ന ടീമുകളിൽ ഒന്നാണ് നമ്മുടെ ടോർക്ക് ബ്ലോക്കും ഡിസ്മോടെക്കും. ടോർക്ക് ബ്ലോക്കിന്റെ കയ്യിൽ നമുക്ക് ഏത് വണ്ടിക്ക് വേണ്ട, ഏത് ടെറൈനിൽ വേണ്ട ഏത് ടയർ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റും. ഡിസ്മോ ആണ് ഈ റിമ്മും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടിന്യൂസ് വേൾഡ് ടൂർ ആയതുകൊണ്ട് തന്നെ ഏത് നിമിഷം പഞ്ചർ ഫേസ് ചെയ്യാം. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് മാർഗം ഇത് തന്നെയാണ്. ഈ ഒരു ട്യൂബ്ലെസ് ടയർ ഈ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്യാനായിട്ട് എത്ര കോസ്റ്റ് ആയിരുന്നു നിങ്ങൾക്ക് ഈ ഒരു ബ്രാൻഡുകളിൽ തന്നെ ഡയറക്റ്റ് ചോദിക്കാൻ പറ്റും. അത് ഓരോ വണ്ടി അനുസരിച്ചിട്ട് അതിന് വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ടാണ് അതിന്റെ റേറ്റ് പറയുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ടോർക്ക് ബ്ലോക്കിനോ അല്ലെങ്കിൽ ഡിസ്മോടെക്കിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു ഹിമാലയൻ ഡൗൺ സൈസ് ചെയ്യുന്ന നമ്പേഴ്സ്, അതായത് ഏത് സൈസിൽ നിന്ന് ഏത് സൈസിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും പിൻ ചെയ്തേക്കാം. അപ്പോൾ മച്ചാനെ ഓക്കെ അല്ലേ? അടിപൊളി.